ഗൈസ്, അപ്പൊ നമ്മുടെ പാകിസ്ഥാൻ അങ്ങനെ മൂന്നാം വട്ടവും അതും ഏഷ്യ കപ്പ് ഫൈനലിലും കൂടെ തോൽപ്പിച്ച് ഊക്കി നാറ്റിച്ച് ഇന്ത്യ വിട്ടതിനും പിന്നാലെ ഫൈനൽ മത്സരം തുടങ്ങുന്നതിന് മുന്നേയും മത്സരത്തിനിടയിലും മത്സരത്തിന് ശേഷമായിട്ടും പാകിസ്ഥാൻ ഇന്ത്യയുടെ വകയായിട്ട് കിട്ടിയ ആ ഊക്കുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഇന്ന് വിശകലനം ചെയ്യാനാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് അങ്ങനെ ഫൈനൽ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടുള്ള ടോസ് ഇടൽ ചടങ്ങിലായിരുന്നു നമ്മുടെ കമന്റേറ്ററായ രവിശാസ്ത്രിയാണെങ്കിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആകെയോട് സംസാരിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും തുടർന്ന് രവിശാസ്ത്രിയാണെങ്കിൽ ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യയോട് സംസാരിക്കുകയും രവിശാസ്ത്രിയുടെ ഈ ഒരു കടുത്ത തീരുമാനത്തെ തുടർന്ന് പാകിസ്ഥാന്റെ വഖാർ യൂനിസ് ആണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആകെയോട് സംസാരിച്ചത്. തുടർന്ന് അതിനുശേഷം ടോസ് നേടിയ ക്യാപ്റ്റൻ സൂര്യകുമാർ ആണെങ്കിൽ പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചത് ശേഷം ഒന്നും തിരിഞ്ഞു നോക്കാതെ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആകെ അവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെ കൈ കൊടുക്കാതെയാണ് പുള്ളി നേരെ മടങ്ങിയത്. അങ്ങനെ പിന്നെ മത്സരം തുടങ്ങി പാകിസ്ഥാൻ ആളിക്കത്തിയ തീയെ ഉടനെ തന്നെ ഇന്ത്യ അണച്ചങ്ങ് അങ്ങനെ 9ാമത്തെ വിക്കറ്റ് ആയിട്ട് ഹാരിസ് റൌഫിന്റെ ഓഫ് സ്റ്റംപ് ബുംറ ഇളക്കിയതിനു ശേഷമായിരുന്നു. റൌഫ് മുന്നേ ഇന്ത്യക്കെതിരായിട്ടുള്ള കളിയിൽ പിച്ചിൽ വെച്ചായിരുന്നു ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ അടിച്ചു തകർത്തു എന്നുള്ള രീതിക്ക് ഇങ്ങനെയുള്ള ഒരു ആക്ഷനൊക്കെ കാണിച്ച് ഉള്ള പൊട്ടത്തരങ്ങൾ അന്ന് കാണിച്ചു തരുന്നത്. അതിന്റെ ഒരു അണ്ണാക്കിലടിയെന്നോളം തന്നെയായിരുന്നു ബുംറയാണെങ്കിൽ പുള്ളിയുടെ ഇൻസ്വിംഗർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ച് റൌഫിന്റെ അണ്ണാക്കിലിട്ട് തന്നെ കൊടുത്തത്. പിന്നെ അങ്ങനെ മത്സരം കഴിഞ്ഞ് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് തൊലച്ച ആ ഒരു ഏഷ്യ കപ്പും തൂക്കിയതിനു ശേഷം കപ്പ് ദാന ചടങ്ങിലായിരുന്നു. ആ ഒരു ട്രോഫി ആണെങ്കിൽ പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രി കൂടിയായ മോഹസിൻ നഖ്വിയാണ് ആ ട്രോഫി നൽകുന്നതെന്ന് അറിഞ്ഞിട്ട് ഇന്ത്യ ഉടനെ തന്നെ അത് വേണ്ടെന്ന് പറഞ്ഞ് കപ്പ് നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷെ എങ്ങനെ അയാൾ ഇന്ത്യക്ക് കപ്പ് തരേണ്ട അങ്ങനെ ഒരു നിഷേധനമാണ് ഇന്ത്യ അവിടെ നടത്തിക്കൊണ്ട് പിന്നെ ഒരു ഇമാജിനറി കപ്പ് സെലിബ്രേഷൻ ആയിട്ട് വീണ്ടും ഒരു അണ്ണാക്കിലടിയായിട്ട് തന്നെ പാകിസ്ഥാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിനെതിരായിട്ടുള്ള മധുര പ്രതികാരമായിട്ടാണെന്ന് തോന്നുന്നു. വെറും കണ്ണാപ്പി തരായിട്ട് തന്നെ ഈ നഖ്വിയാണെങ്കിൽ വേറെ ആരെയും സംഘടിപ്പിച്ച് ആ ഒരു ട്രോഫി കൊണ്ട് ഈ ഹോട്ടലിലേക്ക് ആരും അറിയാതെ തൂക്കിക്കൊണ്ട് അവർ പോയി. പിന്നെ അതിനെതിരായിട്ടും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരായിട്ട് BCCI തന്നെ ഇപ്പോൾ കംപ്ലൈന്റ് ചുമത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് അർഹമായ കപ്പും പോരാഞ്ഞിട്ട് ബാക്കി വ്യക്തിഗത മെഡലുകളും അവർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ BCCI ഇപ്പം കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആകെയുള്ള ഒരു മാസായിരുന്നു. ഈ പോസ്റ്റ് മാച്ച് സെറമണിയിൽ പാകിസ്ഥാൻ ക്യാപ്റ്റനുള്ള ഒരു അവാർഡ് കൊടുത്തപ്പോഴായിരുന്നു പുള്ളി അത് മാസമായിട്ട് തോറ്റയുടെ ഒരു ഫ്രസ്ട്രേഷൻ കാരണം ഉള്ളിൽ കരഞ്ഞ് തീർത്തോണ്ടാണ് പുള്ളി ഒപ്പം മാസമായിട്ട് തനിക്ക് അവാർഡ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വലിച്ച് തള്ളി ദൂരെയൊക്കെ അങ്ങ് ഇട്ടത്. വലിയ കൈയടി. ഇമാതിരി മാസ്, ഒരു കുണച്ച മാസ് ഈ കാലയളവിൽ ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതും കഴിഞ്ഞ് ഈ മത്സരത്തിന്റെ ഇടയിലായിട്ട് ഈ പാകിസ്ഥാന്റെ ബോളറായി ഈ സ്പിൻ ബോളർ അബ്രാർ അയാളുടെ ട്രേഡ് മാർക്ക് സെലിബ്രേഷൻ ആണ് ഇത് ഇങ്ങനെ വെച്ചിട്ട് വിക്കറ്റ് എടുത്ത ശേഷം ഇങ്ങനെ ഒരു കാണിപ്പുണ്ട്. അപ്പൊ ഫൈനലിൽ സഞ്ജു സാംസനെ നമ്മുടെ മലയാളി താരമായ സഞ്ജുവിനെ ഔട്ടാക്കിയിട്ട് അബ്രാർ ഇങ്ങനെ അയാളുടെ ട്രേഡ് മാർക്ക് സെലിബ്രേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനലിൽ ഇന്ത്യ ജയിച്ച ശേഷം നമ്മുടെ ഹർഷ്ദീപ് സിംഗും ഹർഷിത് റാണയും ഒരുമിച്ചുകൊണ്ട് സഞ്ജുവിന് നേരെ തന്നെ അവർ നോക്കിക്കൊണ്ട് അബ്രാറിന് ഇട്ട് താങ്ങി തന്നെ ഇങ്ങനെ കൊടുത്ത് അണ്ണാക്കിലടിച്ച് തന്നെ വിട്ടവന്. പിന്നെ ഇതാ ഈ ഒരു കഴപ്പൻ ഫാന്റെ ഒരു കാര്യമാണ് പറയാനുള്ളത്. ഫാന് പാകിസ്ഥാൻ ഇപ്പൊ ഫാൻസിന്റെ സപ്പോർട്ട് എന്തായാലും വേണം. പക്ഷെ ഇത്തിരി 1 ഓവറായിരുന്നു കളി നമ്മളെ ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങി അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് വീണ പോകാൻ കടന്ന് വിളിക്കൊരു കണക്കുമില്ല. എന്നിട്ട് ഒറ്റയ്ക്ക് അത്രയും ഇന്ത്യക്കാർക്കിടയിൽ ഒറ്റയ്ക്ക് പയ്യ മാസം കാണിച്ചായിരുന്നു. പക്ഷെ കളി തീർന്നപ്പോഴായിരുന്നു എല്ലാം കൂടെ അവന് അണ്ണാക്കി കൊടുത്ത് അങ്ങ് കിട്ടിയത്. ഇരിക്കണ ഇരിപ്പ് കണ്ട അവന് ഇതൊന്നും അല്ല, ഇതിന്റെ അപ്പുറം വേണ്ടയാണ്. എന്നാലും അവൻ എന്റെ ചീട്ടും കീറി അവന്റെ ആപ്പീസും അങ്കാവാടി ഇരുന്ന ഒരു ഇരിപ്പ് കണ്ടപ്പോ എന്തോ വലിയൊരു സമാധാനം തന്നെ ഉണ്ടായി. പിന്നെ കപ്പ് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഇതുവരെ തിരിച്ചേൽപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിലെ പോസ്റ്റായിട്ടൊക്കെ ഈ വരുൺ ചക്രവർത്തിയൊക്കെ ആണെങ്കിൽ കപ്പും പിടിച്ചോണ്ട് കോഫി കപ്പൊക്കെ പിടിച്ചോണ്ട് പാകിസ്ഥാനെ നല്ല താറ്റി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയൊക്കെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകളൊക്കെ ഈ ലെവലൊക്കെ ആയിരുന്നു കപ്പും പിടിച്ചോണ്ട്. അമ്മാതിരി ലെവലേ ഈ പാകിസ്ഥാൻ ഉള്ളൂ എന്ന് നമുക്ക് അറിയാം. പിന്നെ ഒന്നും കൂടെ അവരുടെ ലെവല് ഏതാണെന്നുള്ളത് കാണിച്ചു തരികയാണ് ഇതുവഴിയൊക്കെ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ പിന്നെ അതിനുമായിട്ട് അവരെ ഒന്ന് ബഹുമാനിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇമാതിരി താറ്റുകളിലൊക്കെ അവരും പ്രതീക്ഷ മതി. പിന്നെ അവസാനമായിട്ട് ഈ പാകിസ്ഥാൻകാരുടെ ബുദ്ധിയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഏഷ്യ കപ്പിൽ തന്നെ 3ാമതും ഇവർ ഇന്ത്യയോട് തോറ്റ് അടപടലം പാളീസായെങ്കിൽ കൂടെ കപ്പാണെങ്കിൽ ഇന്ത്യ കൊണ്ടുപോയില്ലല്ലോ. കപ്പ് അവര് അന്തസ്സായിട്ട് തൂക്കിയെന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ പാകിസ്ഥാനിൽ കിടന്ന് ഒഫീഷ്യലായിട്ട് അങ്ങനെ മേയുന്നത്. ചിലപ്പോൾ മറ്റേ വിക്ടറി പരേഡൊക്കെ കാണും, അങ്ങനെയൊക്കെ സംഘടിപ്പിച്ചാണ്. കപ്പ് ഇന്ത്യ കൊണ്ടുപോയില്ലല്ലോ, നമ്മളല്ലേ തൂക്കിയത്. അതാണ് പാകിസ്ഥാൻ. അപ്പൊ ഗൈസ്, ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.